വലിച്ചു വാരിയിടാനല്ല പറഞ്ഞത്. ആർക്കും ഒന്നിലും ഒരു ശ്രദ്ധയും ഇല്ല. തനിയൊന്നേ വരുന്നേ. താനാണോ ഇവിടുത്തെ ദേഹണ്ണക്കാരൻ? അതെ. വീട്ടുമുറ്റത്ത് വെച്ചാണോ ദേഹണ്ണം? അല്ല, പിൻഭാഗത്താ. എന്നാ പിന്നെ വാചോടിച്ചിരിക്കാതെ ചെമ്പും കലവും ചട്ടവും കൊടുത്ത് അപ്പുറത്തോണ്ട് വെക്കണോ? ഓഹോ. 100 കൂട്ടം കാര്യങ്ങൾ ഉള്ളപ്പോഴാണോ ഇങ്ങനെ കുന്തം വിഴിഞ്ഞ കണക്ക് നിക്കണേ? പച്ചക്കറിയും പലവഞ്ഞവും രാവിലെ എത്തൂന്ന് പറഞ്ഞിട്ട് അത് വന്നോ ഇല്ലയോ നോക്കിയോ? ദൂരെ നിന്ന് വരുന്നവർക്കുള്ള താമസ സൗകര്യം ഏർപ്പാടാക്കിയോ? പൂവും മാലയും ബൊക്കയും നാളെ വെളുപ്പിനെ ഇവിടെ എത്തുവോ? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്ന് നിന്നേ, ഒരു കാര്യം അറിയാനുണ്ടായിരുന്നു. എന്താ? പെണ്ണിന്റെ തന്ത നീയോ ഞാനോ? അതെന്താ മുതലാളിക്ക് പെട്ടെന്നൊരു സംശയം? മുതലാളി വിഷമിക്കണ്ട, ഞാൻ ചേച്ചിയോട് ചോദിക്കാം. ആ അർത്ഥത്തിലല്ല ഞാൻ ചോദിച്ചത്. തന്തയ്ക്ക് വേറെ അർത്ഥം ഉണ്ടോ? ഞാൻ ചോദിച്ചത് ഈ വീട്ടിലെ ഗ്രഹനാഥൻ നീയാണോ ഞാനാണോ എന്നാ. ഗ്രഹനാഥൻ മുതലാളി എന്നാ, എന്നാലും ഫുൾ ഉത്തരവാദിത്വം എനിക്കാ. എന്നാ പിന്നെ നോക്കി നിൽക്കാതെ എന്നോട് ആജ്ഞാപിച്ച് അവിടെ പോയി ചെയ്യണ. അവന്റെ ഒരു അങ്ങോട്ടും ആദ്യം പാചകം ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. ഭയങ്കര വിശപ്പ്. നീർക്കോലിയുടെ രൂപവും പെരുമ്പാമ്പിന്റെ വിശപ്പും. എന്താ അകത്തൊരു ബഹളം? ഒരല്പം കുടുംബകാരി എന്റെ മോളും ഭാര്യയായിട്ട് പങ്കുവെച്ചതാ. എന്താ കുഴപ്പമുണ്ടോ? എനിക്ക് മനസ്സിലായി. എന്ത്? പെണ്ണിന്റെ അച്ഛനാരാണെന്ന് ചേച്ചിയോട് പോയി ചോദിച്ചില്ലേ? എടാ അച്ചുവേ, എന്റെ മകൾക്ക് ഇതെന്താ പറ്റി? കല്യാണം അടുക്കും തോറും മനസ്സിനകത്തൊരു ചാഞ്ചാട്ടം. ഇപ്പൊ കല്യാണം വേണ്ട വേണ്ട എന്നൊരു വാശി. ഇനിയിപ്പൊ പേടിച്ചിട്ടാണോ അതോ? അതെ, മുഹൂർത്തം എടുക്കും തോറും പേടിക്കുന്ന പെണ്ണുങ്ങൾ 2 തരത്തിലുള്ളവരാ. ഒന്ന് പിഴച്ച പെണ്ണ്, 2 പ്രേമിച്ച പെണ്ണ്. ഇത് ഏത് വകുപ്പിലാ മോളെന്ന് പോയി ചോദിക്കും. എന്റെ മോള് കുടുംബത്തിൽ പറഞ്ഞവളാണ് എന്ന് കരുതി ആയിക്കൂടുന്നുണ്ടോ? ചേട്ടൻ എന്നെ വിളിച്ചായിരുന്നോ? പോയി അരി വെക്കണോ കോപ്പേ? ഭ്രാന്ത് വരും. സംസാരിക്കാം. ഈ കോളാസ് എടുത്ത് ഓരോന്ന് അങ്ങോട്ട് കൊടുത്തേ. കോള അങ്ങോട്ട്. മോടെ വിവാഹത്തെ കുറിച്ച് എനിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ഗുരുവായൂരപ്പന്റെ കടാക്ഷം കൊണ്ട് ഇതുവരെയെല്ലാം ഭംഗിയായി. നല്ല വരൻ, ഉയർന്ന ഉദ്യോഗം, 5 അക്ക ശമ്പളം, കൂടാതെ നല്ല തറവാടിയും. എന്നാലും കെട്ടുകഴിഞ്ഞാൽ തന്റെ മോൾ അങ്ങ് ദൂരേക്ക് പോവില്ലേടോ? ഒരേ ഒരു മകളെ ഉള്ളെന്ന് കരുതി പെണ്ണ് വീട്ടിൽ കയറി താമസിക്കുന്ന ഏതെങ്കിലും ഒരു കോന്തിനെ കെട്ടിച്ചു കൊടുത്താൽ വട്ടപ്പറമ്പിൽ ശ്രീധരനുണ്ടെത്താന് പിന്നെ എന്താണ് ഒരു വില? ജനിച്ചത് മകളാണെങ്കിൽ പിരിയേണ്ടി വരും. മണിക്കുട്ടനായിട്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട്. നാളെ വെളുപ്പിന് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. അവനവിടെ വരും. എനിക്ക് പേടിയാവുന്നു. പേടിച്ചിരുന്ന ഇഷ്ടപ്പെട്ടവനോടൊപ്പം ജീവിക്കാൻ പറ്റില്ല. വെളുപ്പിന് 5 മണിക്ക് ഞാനിവിടെ എത്താം. റെഡി ആയിരിക്കണം. എന്നിട്ട് പുറത്തു നിന്ന് ഞാനൊരു തീപ്പെട്ടിക്കുള്ളി കത്തിച്ച് സിഗ്നൽ തരാം. സരസു ആരും കാണാതെ ഇറങ്ങി പോതാ മതി. ബാക്കി ഞാൻ ഏറ്റു. ഇങ്ങനെ പതുങ്ങി നിന്നുള്ള ഒതുങ്ങിയ സംസാരം അത്ര ശരിയല്ലല്ലോ. മുതലാളി, മുതലാളി, എന്താടാ? തുമ്പ് കിട്ടി, തുമ്പ് കിട്ടി. 1 മിനിറ്റ്. എന്നാ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടി താനെ പോകാൻ വരട്ടെ. ഞാൻ ഒരു കാര്യം ഒന്ന് മുതലാളിയോട് പറഞ്ഞോട്ടെ. അതിന്റെ പേരിൽ ഇവിടെ ഒരു വിപ്ലവം നടക്കും. നിങ്ങൾ ആ ടീം ബിയുടെ ക്യാപ്റ്റൻ. അതെന്താണ് അങ്ങനെ? അതങ്ങനാ. ഇങ്ങോട്ട് വന്നേ. ഞാൻ ഒളിഞ്ഞു നോക്കി മുതലാളിയുടെ മോളുടെ സംഭവങ്ങളെല്ലാം കണ്ടു. പറഞ്ഞു തീരുന്നൊരു പഠിച്ചതിനാ ഒളിഞ്ഞു നോക്കിയത്. അതുകൊണ്ടല്ലേ പെണ്ണ് കല്യാണം വേണ്ടെന്ന് പറഞ്ഞതിന്റെ കാരണം പിടികിട്ടിയത്. പെണ്ണിന് പ്രേമം. ആരോട്? ഈ കുറുപ്പിന്റെ മോനോട്. 2 പേരും കൂടെ പതുങ്ങി നിന്ന് ഹൃദയം പങ്കുവയ്ക്കുന്നത് ഞാൻ കണ്ടു. അനാവശ്യം പറയുന്നോടാ. ഞാൻ കണ്ടത് അവർ കിന്നാനം പറയണത്. മിണ്ടിപ്പോകരുത്. ചെറുപ്പം മുതലേ ഒന്നിച്ച് കളിച്ചു വളർന്ന പിള്ളേരാ. അവര് മിണ്ടിന്നും പറഞ്ഞു നോക്കിയിരിക്കും. അതിന് പുതിയ വ്യാഖ്യാനങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ നിന്റെ പല്ല് മുഴുവൻ താഴെ കിടക്കും. പോടാ. എന്താണ് ഉണ്ണിത്താനെ പ്രശ്നം? എന്തിനാ അവനെ തല്ലിയത്? അത് അവന്റെ ഷെയറാ. അരമണിക്കൂർ ഇടവിട്ട് അവനത് കിട്ടണം. അവനെന്തിയേ? ഇനി ആരെങ്കിലും പ്രേമിക്കാനോ മറ്റേ പോയോ? എന്താണോ കൊച്ചുകുറുപ്പേ, വല്ല പെൺപിള്ളേരെ ലൈനടിക്കാൻ പോയതാണോ? സംശയം എന്റേതല്ല, നിന്റെ അച്ഛന്റെയാ. അച്ഛൻ പറഞ്ഞു പറഞ്ഞു ഒടുവിൽ ജോസഫ് പ്രവചനം ശരിയാവുന്ന എനിക്ക് തോന്നുന്നു. എന്നാ കൊന്നുകളയും. അപ്പൊ ചെല്ല്, രാവിലെ നേരത്തെ എത്തണം. എടോ കൊച്ചുകുറുപ്പേ, തന്നോട് കൂടിയാ പറയുന്നേ. ഞാൻ വെളുപ്പിനെ എത്തും.
പോകാം. അയ്യോ, എന്താ ദൈവമേ, ഇവളിനി കല്യാണം വേണ്ട വേണ്ടെന്ന് പറഞ്ഞത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണോ? അടിച്ചോണ്ട് പോയാലോ? ആരും കണ്ടില്ല. അച്ചു കണ്ടു, അബദ്ധം പറ്റിയതാ. വേഗം വാ. ഓ, എടാ സാവിത്രി, മണി 5 കഴിഞ്ഞു. എഴുതേക്ക്. അമ്മായി സരസ്വനെ മുറി കണ്ടില്ല. കണ്ടില്ലേ? അവളിത് എവിടെ പോവാനാ? എവിടെ പോയത് നോക്കിയേ. നിങ്ങൾ എവിടെ കിടന്ന് കറങ്ങാണ്ട് എല്ലാം മുറിയിൽ കയറി നോക്കുന്നേ. ഞാൻ എല്ലാവരും നോക്കിയില്ലേ. സരസു, എടാ സരസുവേ, എന്തേ സരസു? എടാ അച്ചു, എടാ അച്ചു. ഓ, കിടന്നുറങ്ങുന്നോളാ പോത്തുകളെ. പെണ്ണിനെ കാണാനില്ല. എടാ അച്ചുവേ, സരസുവിനെ കാണാനില്ല. ഒന്ന് അന്വേഷിക്കടാ. അന്വേഷിക്കാനൊന്നുമില്ല, അവള് പോയി. എങ്ങോട്ട്? അവളെ കാമുകനോടൊപ്പം. കാമുകനോടൊപ്പോ? ആ, പാലത്തിങ്കൽ കുറുപ്പിന്റെ മകൻ കൊച്ചുകുറുപ്പിനോടൊപ്പം സ്ഥലം വിട്ടു. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്നിട്ട് എന്താ നീ മിണ്ടാതിരുന്നേ? ചെറുപ്പം മുതലേ ഒന്നിച്ച് കളിച്ചു വളർന്ന പിള്ളാരല്ലേ, പോട്ടെ എന്ന് ഞാനും കരുതി. എടാ, അവര് തമ്മിൽ പ്രേമമാണെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞതല്ലേ. എന്നിട്ട് കേട്ടോ, എല്ലാവരെയും ഒന്നിച്ച് കളിപ്പിച്ച് അവര് നാട് വിട്ടു. ചെറുക്കലെ കൂട്ടിന് വരുമ്പോ പെണ്ണില്ലെങ്കിൽ ഞാൻ എന്തോ പറയും. മുതലാളിക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറയാം. എന്ത്? പെണ്ണോളിച്ചോടിയെന്ന്. പോടാ. അവര് നാട് വിടും മുമ്പ് എനിക്ക് പിടിക്കണം. പെണ്ണെത്തി, പെണ്ണെത്തി. ഞാൻ പറഞ്ഞില്ലേ മുതലാളി മിടുക്കനാണെന്ന്. എങ്ങനെയെങ്കിലും പെണ്ണിനെ ഒപ്പിച്ച് മുഹൂർത്തത്തിന് മുമ്പ് എത്തുമെന്ന്. ഓ ഭാഗ്യം, തക്ക സമയത്ത് എത്തിയതുകൊണ്ട് പെണ്ണ് ഒളിച്ചോടിയില്ല. സമയമായി. ചെന്നിരിക്കണേ മണ്ഡപത്തിലേക്ക്. എന്താണോ നോക്കിയിരിക്കണേ? ഊതടോ. എന്നാ കെട്ട് നടത്തിയേക്കാം. നിർത്തണോ? മറ്റൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയ പെണ്ണിനെ കെട്ടേണ്ട ഗതികേട് എന്റെ മോനില്ല. പെണ്ണ് ഒളിച്ചോടി പോയില്ലല്ലോ, അതിന് മുമ്പ് പിടിച്ചോടി വന്നല്ലേ? അതെ, ഇനി ഒളിച്ചോടാതെ നിങ്ങൾ നോക്കിയാ മതി. വാടാ, വന്നോളൂ. അതെ അതെ, ഞാൻ പറയുന്നത് നിങ്ങള് ഉണ്ണിത്താനെ താൻ കാണിച്ചത് വലിയ മണ്ടത്തരമായി പോയി. എന്റെ മോളെ കെട്ടാൻ പറഞ്ഞത് എന്താ മണ്ടത്തരം? ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയ പെണ്ണിനെ തിരികെ കൊണ്ടുവന്നാൽ ആരെങ്കിലും സ്വീകരിക്കാൻ തയ്യാറാവോ? ഇനി ഈ കുട്ടിയെ കെട്ടാൻ അന്തസ്സുള്ള തറവാട്ടിൽ നിന്ന് ആരെങ്കിലും ഈ വീട്ടുമുറ്റത്ത് കാലുകുത്തോ? ഇല്ല. ഗുണമായാലും ദോഷമായാലും അവള് കണ്ടെത്തിയ ആളെ കൊണ്ട് തന്നെ വിവാഹം നടത്തുക. പാലത്തിങ്കൽ കുറുപ്പ് തറവാടിത്തത്തിൽ മുതലാളിയെക്കാളും ക്യാമനാ. ഇനി ഒന്നും ആലോചിക്കാനില്ല. ഈ മുഹൂർത്തത്തിൽ തന്നെ നടത്താൻ ശ്രമിക്കുക. എടുത്തുചാടി ഞാനയുടെ തന്തയ്ക്ക് വിളിക്കുകയും ചെയ്തു. സാരമില്ല, മറുപടി ഉടനെ കിട്ടിയായിരുന്നു. അപ്പൊ കരണം പൊത്തിയൊരെണ്ണം കിട്ടിയില്ലേ? അടിയ ചൂടെങ്ങനെ ഉണ്ടായിരുന്നു? ഇങ്ങനെ ഉണ്ടായിരുന്നു. നിന്ന് കരയാതെ വാടാ കുറുപ്പിന്റെ വീട്ടിലേക്ക്. അച്ഛാ, മോള് വിഷമിക്കാണ്ടിരി, ഞങ്ങളൊന്ന് പോയി സംസാരിക്കും. കാര്യങ്ങൾ എത്രത്തോളമായ സ്ഥിതിക്ക് ഞാനൊന്ന് തീരുമാനിച്ചു. എന്റെ മോളെ കൊണ്ട് ഒളിച്ചോടിയത് ഏത് തെണ്ടിയുടെ മകനായാലും ശരി, അവനെ കൊണ്ട് തന്നെ കെട്ടിക്കുമെന്ന്. എന്നാ പിന്നെ എത്രയും പെട്ടെന്നതായിക്കൂടെ? അത് പറയാനാണല്ലോ ഇങ്ങോട്ട് വന്നത്. ആ അതെ, ഇനി ഒന്നും നോക്കാനില്ല കുറുപ്പേ. കൊച്ചുകുറുപ്പുമായി ഉടനെ വീട്ടിലെത്തുക, കെട്ടു നടത്തുക. അയ്യോ, എനിക്ക് എന്റെ വീട്ടുകാരും ബന്ധുക്കാരെയൊക്കെ ഒന്ന് അറിയിക്കണ്ടേ? ഓ, അതിനൊന്നും സമയമില്ല. കെട്ട് കഴിഞ്ഞ് ചെറുക്കനും പെണ്ണും കൂടെ വിരുന്നിന് പോയാ പോരെ? ആ അത് മതിയല്ലേ? പിന്നെ ധാരാളം മതി. എന്നാൽ അത് പോരാ. എനിക്കുള്ളത് ഒരേ ഒരു സന്തതിയാ. അവന്റെ കല്യാണം നാട്ടുകാരും വീട്ടുകാരും അറിഞ്ഞ്
അന്തസ്സും തറവാടിത്തമുള്ള കുടുംബത്തിൽ നിന്നായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഈ പറഞ്ഞതിന്റെ അർത്ഥം മുതലാളിക്ക് അന്തസ്സും തറവാടത്തും ഇല്ലാന്നല്ലേ? കണ്ടോ, ഇവന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. പിന്നെ ഉണ്ണിത്താനെ നിശ്ചയിച്ച കല്യാണം മുടങ്ങിയപ്പോ തന്റെ മോളെ എന്റെ മോന്റെ തലയിൽ വെച്ച് കെട്ടാൻ നോക്കണ്ട. കല്യാണം മുടങ്ങിയതിന് ഉത്തരവാദി തന്റെ മോല. എന്റെ മോളെ കണ്ണും കയ്യും കാണിച്ച് പ്രേമിച്ച് വിളിച്ചിറക്കിക്കൊണ്ട് പോയ സാക്ഷികളുണ്ട്. ആരാ സാക്ഷി? ദേ ഇവൻ തന്നെ പറഞ്ഞുകൊള്ളാ. ഞാൻ കണ്ടതാ. ഏത് കോടതിയിലും ഇവൻ ഈ സത്യം പറയും. എനിക്ക് വിശ്വാസമില്ല. 1000 രൂപ കൊടുത്തവൻ അത് മാറ്റി പറയും. ഉം. ഒരിക്കലും 1000 രൂപയ്ക്ക് വേണ്ടി മാറ്റി പറയില്ല മുതലാളി. ഞാൻ കണ്ടോ? 1500 കിട്ടണം. ഓടാ. മോനെ തീരുമാനം നിന്റെയാ. നീ സ്നേഹിച്ച പെണ്ണ അവള്. അങ്ങനെ ഒരു ബന്ധം ഞാനും സരസും തമ്മിലില്ല. കേട്ടില്ലേ? ഇനി എല്ലാവർക്കും പോവാലോ. തന്നെ പേടിച്ചാ ഇവനിങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ താൻ ഇവന്റെ മനസ്സ് മാറ്റിയെടുത്തതാ. എടാ മോനെ, നിന്നെ വിശ്വസിച്ചാ അവൾ ഇറങ്ങി പോകുന്നത്. അല്ല ഇനി സംസാരിച്ച് സമയം കളയണ്ട. ഉണ്ണിത്താൻ പോ. ഞാൻ പോവുക. പക്ഷെ ഒരു കാര്യം, എന്റെ മകൾക്കൊരു മംഗല്യമുണ്ടെങ്കിൽ അത് തന്റെ മകനുമായിട്ടായിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ഈ കല്യാണം ഞാൻ നടത്തും. ഉറപ്പാ. പാലത്തെങ്കിൽ കുറിപ്പ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് നടക്കില്ല. ഉറപ്പ്. ഇത് കുറിപ്പിന്റെ ഉറപ്പല്ല, ഈ ഉണ്ണിത്താന്റെ വെല്ലുവിളിയാ. നോക്കിക്കോ. നമസ്കാരം. ആ നമസ്കാരം. ഓച്ചിറ പ്രദേശത്തേക്ക് എത്തിയോ? നിങ്ങളെ കൊണ്ടുവരാൻ അച്ചു സ്റ്റേഷനിൽ എത്തിയില്ലേ? കണ്ടില്ല. കൊട്ടേഷൻ കിട്ടിയ പാടെ ഞങ്ങൾക്ക് പുറപ്പെട്ടു. എന്റെ മോളുടെ വിവാഹം ഒരു യുദ്ധത്തിലൂടെ നടക്കൂ. പോരാടാൻ വേണ്ടിയാ നിങ്ങളെ ഞാൻ വരുത്തിയത്. മനസ്സിലായി. വരൻ ശത്രുരാജ്യത്തുള്ളവനാണല്ലേ? അല്ല, ഈ നാട്ടുകാരനാ. സന്തോഷം. ഒരു യാത്ര ഒഴിവായി. പിന്നൊരു കാര്യം, കല്യാണത്തിന് പ്രഥമനും പാൽപായസവും ഒക്കെ വേണം. ഒരു സദ്യ ഉണ്ടിട്ട് ഒരുപാട് നാളുകളായി. സദ്യ ഉണ്ണാനല്ല, ഗുണ്ടാപ്പണിക്കാ വരുത്തിയത്. അക്കാര്യത്തിൽ വിശ്വസിക്കാം. ചെറുക്കനെ കൊന്നാണെങ്കിലും ഞങ്ങൾ കൊണ്ടുവരും. ശവത്തിനെ അല്ല കിട്ടേണ്ടത്, എനിക്ക് അവനെ ജീവനോടെ വേണം. എന്നാലൊരു ഐഡിയ, ചെക്കനെ പിടിച്ച് മുന്നിലിട്ട് തന്നാൽ ഒരു പോറിന് പോലും ഏൽപ്പിക്കാതെ ഇവിടെ എത്തിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. ആ മണ്ടന്മാരാണല്ലേ? അല്ല, ഗുണ്ടകളാ. രണ്ടും ഒന്ന് തന്നെ. ഇനി വേറൊരു മണ്ടൻ നിങ്ങളെ തിരക്ക് റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന് കറങ്ങുന്നുണ്ടാവും. നിക്കണേ. ഓച്ചിറ പ്രദേശല്ലേ? അല്ല, ഓച്ചിറ പ്രദേശല്ലേ? അല്ല, കായലിന്റെ പ്രദേശ. നാസർക്കാരാടാ. ശരിയാത്. ഹായ് അച്ഛാ. സ്വന്തം തന്തയേക്കാൾ ഇവന് നിന്നോടാണ് കാര്യമെന്ന് ഇപ്പൊ മനസ്സിലായി. അത് പിന്നെ ഞാൻ ഇവന്റെ നന്മയ്ക്ക് വേണ്ടിയേ പ്രവർത്തിക്കൂന്ന് ഇവൻ അറിയാം. ഇപ്പൊ എന്നെ കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ അതിനല്ലേ. നീ നാട്ടിലെത്തിയ കാര്യം ആരും അറിയണ്ട. നിന്നെ കണ്ടാ ഉണ്ണിത്താൻ റാഞ്ചി കൊണ്ടുപോകും. കാര്യങ്ങളൊക്കെ നിനക്കും അറിയാലോ അല്ലേ? ചിലതൊക്കെ ഇവൻ പറഞ്ഞു. എന്നാ പോവാം. നീ ഇതിൽ കയറണ്ട, ആ വണ്ടി കയറിയാ മതി. ഞാൻ ബുദ്ധിപൂർവ്വം അറേഞ്ച് ചെയ്തതാ. നീ ആ വണ്ടിയും കൊണ്ട് ആൽത്തറ ചുറ്റി മണ്ണ് റോഡിലൂടെ എത്തിയാ മതി. ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെ ഈ നാട്ടിൽ ജീവിക്കും? നിന്റെ കല്യാണം കഴിയുന്നവരെ ഇങ്ങനെയൊക്കെ മതി. ചെല്ലടാ. നീ നീ ഇതിലോട്ട് കയറ്. ആ ഗ്ലാസ് അങ്ങ് കയറ്റിക്കോ, അല്ലെങ്കിൽ നിന്നെ കുറിച്ച് അന്വേഷണം വേറെ വരും. നീയും പൊക്കിക്കോ ഗ്ലാസ്. തന്റെ മോനെ ഏത് പാതാളത്തിൽ കൊണ്ട് ഒളിപ്പിച്ചാലും പാതാളക്കരണ്ടി ഉപയോഗിച്ച് ഞാൻ പൊക്കും. ഞാനാ ആ പാതാളക്കരണ്ടി. പുറത്തേക്ക് ഇറങ്ങി വാടോ കുറുപ്പേ. കേസ് കൊടുക്കും, പിണ്ണാക്ക് തീറ്റിക്കും എന്നൊക്കെ പറഞ്ഞ് കുറച്ചുനാൾ മുമ്പ് നീ എന്റെ വീട്ടിൽ വന്ന് വിപ്ലവം സൃഷ്ടിച്ചില്ലേ? അപ്പോഴേ എനിക്ക് തോന്നി നിന്റെ മകനെ നീ തന്നെ മുക്കിയതായിരിക്കുന്നു. മുക്കാൻ അവനെന്താ തുള്ളി നീല? വാചകം വലിച്ച് നിൽക്കാതെ ഇറക്കി വിടറാ അവനെ. ഇറക്കി വിടാനായിട്ട് പിടിച്ച് കയറ്റിച്ചല്ലോ ഞാൻ അവനെ. ഞാൻ കണ്ടതാ. പിടിച്ചിറക്കില്ലടാ. പിടിച്ചിറക്കവനെ. അയ്യോ, ഇയാളറിയില്ലേ? ഇദ്ദേഹമാണ് വട്ടപ്പറമ്പിൽ ഉണ്ണിത്താൻ. ഇയാളിപ്പിച്ചൊരു പ്രശ്നത്തില. കെട്ട് കഴിയാത്തൊരു മോളുണ്ട്. ആര് ഈ നാട്ടിൽ വന്നാലും മോളെ കെട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് വരും. നിനക്ക് പറ്റുമോ ഇയാളെ മോളെ കെട്ടാൻ? അയ്യേ, എന്നെ കൊണ്ട് പറ്റില്ല. സോറി ട്ടോ ഉണ്ണിത്താൻ ചേട്ടാ. കണ്ടോ, ഇവന് പറ്റില്ല എന്ന്. എന്നാ ഞങ്ങൾ പോയിക്കോട്ടെ, ഇച്ചിരി ധൃതിയുണ്ടേ. നിക്കേ, എനിക്ക് മൊത്തം ഒന്ന് പരിശോധിക്കണം. മൊത്തം ഒന്ന് നോക്കടാ. നോക്കണം. അകത്താരെങ്കിലും ഉണ്ടോ? ഇല്ല. ബാക്ക് സീറ്റിന്റെ അടിയിൽ നോക്ക്. എന്താ ഇത്? നീ ഇതെന്ത് ചെയ്യാ? ദേഹ പരിശോധന നടത്തുകയാ. കുണ്ട പോയ കുടത്തിൽ തപ്പണമെന്നാണല്ലോ. മൊത്തം പരിശോധിച്ചു. ഡ്രൈവർ അല്ലാതെ വേറെ ആരുമില്ല.
ഉണ്ണിത്താനെ ഇനി പരിശോധിക്കാൻ എന്റെ അണ്ടർവെയറിന്റെ പോക്കറ്റ് ബാക്കിയുണ്ട് വേണമെങ്കിൽ അയ്യോ വേണ്ട എവിടെ തൊട്ടുപോകരുത്. നീ വണ്ടി കയറണം മോനെ മാറാ അല്ല മുതലാളി അവൻ പിന്നെ എവിടെ അവൻ ഇത് ഇവിടെ പോയി ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. നിന്റെ ഈ കണ്ണിയെ കുത്തിപ്പൊട്ടിക്കും. ഇതുള്ളത് ഇല്ലാത്ത കിടക്കാ. കേറടാ. ഒന്ന് നിന്നേ, ഏ? അവനെ ഞാൻ കണ്ടുപിടിച്ചു. എവിടെ? വാ നമുക്കൊരു സിനിമയ്ക്ക് പോവാം. എന്നെ ഒന്ന് പറയാൻ അനുവദിക്കൂ. ഇത് മോർഫിങ്ങാ. സിനിമ കണ്ടാലേ മുതലാളിക്ക് അത് മനസ്സിലാവൂ. കൂടുതൽ പറഞ്ഞാൽ നിന്റെ മോറടിച്ച ഫിങ്ങാക്കും. എന്റെ മുതലാളി ഇത് കമ്പ്യൂട്ടർ വിദ്യ, ഒരാളെ മറ്റൊരാളാക്കുന്ന ടെക്നോളജി. കൊച്ചുകുറുപ്പിനെ അയാൾ ബാംഗ്ലൂരിൽ കൊണ്ടുപോയി മോർഫിംഗ് നടത്തിയിട്ട് വരിക. ശരിയാണോ? സത്യം. ഈ വിദ്യ ഉപയോഗിച്ച് എന്നെ വേണമെങ്കിൽ മോഹൻലാലാക്കാം, മുതലാളിയെ കുരങ്ങാക്കാം, കഴുതയാക്കാം. ഇപ്പോഴും അത് തന്നെ ആണല്ലോ. വിട്ടികളെ, നീ പറഞ്ഞ വിദ്യ ഉള്ളതാണോടാ? സത്യം ഉള്ളത് തന്നെയാ. ഇതെന്താണോ നീ നേരത്തെ പറയാത്ത? ബുദ്ധി ഇപ്പോഴല്ലേ വന്നേ. പാവം, വെറുതെ തീടെ ഞെട്ടിക്കുന്ന സ്വപ്നങ്ങളാ കാണുന്നത്. ഞാനും എന്റെ കെട്ട് കഴിഞ്ഞു വരെ കണ്ടു. കല്യാണം മുടക്കാൻ ഓരോ നമ്പർ കാണിച്ച് കാണിച്ച് കല്യാണം നേരത്തെ. ഇനിയിപ്പോ എന്ത് ചെയ്യടാ? ദൈവം എന്ന് പറഞ്ഞ ഒരാൾ മുകളിൽ ഇരിപ്പണ്ടല്ല, എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. എനിക്ക് ഒന്ന് ഫോൺ ചെയ്യണം. എടാ ചേട്ടാ, ഒരു അത്യാവശ്യം ഒന്ന് വിളിച്ചോട്ടെ. അല്ല അത് പിന്നെ എത്രയാണ്? 4850. എന്താ ആശാനെ ഇതെല്ലാം നടക്കോ? റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല. റിങ് ചെയ്താൽ എടുക്കുന്ന നമ്പറായിട്ടേ ദേ ഇവിടെ ഒത്തിരി പേരുണ്ട്. ഒന്നുകൂടെ. കിട്ടുന്നില്ല. അതിന് വിളിച്ച സ്ഥലത്ത് ഫോൺ വേണം. ഫോൺ എടുക്കുന്നില്ല. എനിക്കൊന്ന് ഫോൺ ചെയ്യണം. മോർഫിംഗ്. ഹലോ ഹലോ, അനിയൻകുട്ടി ഉണ്ടോ? റോങ് നമ്പർ. റോങ് നമ്പർ ആണെന്ന് പറഞ്ഞല്ലേ? താനെന്തിനാ ചൂടാവണേ? ഓ, അനിയൻകുട്ടി ആയിരുന്നോ? എന്റെ പൊന്ന അനിയൻകുട്ടി, ആ പെണ്ണ് എനിക്ക് സ്വൈരം തരുന്നില്ല. 24 മണിക്കൂറിനുള്ളിൽ 240 തവണ ഫോൺ ചെയ്യും. അവള് മടുത്ത് പിന്മാറിയില്ലല്ലേ? എവിടെ? ആ, നിന്റെ ഡാഡി വിളിച്ചിരുന്നു. ഞാൻ നിന്റെ ഈ ലവിന്റെ കാര്യം പറഞ്ഞു. നിന്റെ ഡാഡി സമ്മതിച്ചു. ഉടനെ ഒരു വരാന്ന്. എന്ത് കാര്യത്തിന്? അവര് വരുമ്പോഴേക്കും പെണ്ണ് വല്ലോന്റെ ഭാര്യയെ കഴിഞ്ഞിരിക്കും. നീ ആ കല്യാണം ഇതുവരെ മുടക്കിയില്ലേ? മുടക്കാൻ വെച്ച പാലം ഉറപ്പിൽ കലാശിച്ചു. ആ. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പപ്പി എനിക്ക് നഷ്ടപ്പെടും. അവൾ ഇതുവരെ അവനെ തിരിച്ചറിഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. എങ്കിലൊരു കാര്യം ചെയ്. നീയാണ് ഫോൺ ചെയ്യാറുള്ള അനിയൻകുട്ടി എന്നും പറഞ്ഞ് ഒന്ന് നേരിൽ കാണും. സംഗതി പൊളിഞ്ഞ പിന്നെ രണ്ടാലൊന്നും ആലോചിക്കണ്ട. എന്ത് കഠിന പ്രവൃത്തി ചെയ്തിട്ടാണേലും രണ്ടിനെയും തമ്മിൽ പിരിക്കണം. ചെയ്യായിരുന്നു. പക്ഷെ കൊച്ചൂർപ്പിനെ ഓർക്കുമ്പോ അതിനേക്കാൾ ഏറെയല്ലേ നിനക്ക് നിന്റെ പപ്പിയോടുള്ള സ്നേഹം. ആ സ്നേഹത്തിന് മുന്നിൽ നീ കാണിക്കുന്നതെന്തും ദൈവം പോലും ക്ഷമിക്കും. ആദ്യം അവളെ ഒന്ന് കാണാം. എക്സാം കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ മടങ്ങണം കേട്ടോ. ആന്റി, തലേന്ന് രാവിലെ തന്നെ പെണ്ണിനെ ഇവിടെ എത്തിച്ചേക്കാം പോരെ? വീട്ടിലൊന്ന് പോയി വന്നാ പിന്നെ തിരിച്ചു പോകാൻ വലിയ മടിയാ എനിക്ക്. ജോലി കളയാനും പറ്റത്തില്ലല്ലോ. ആന്റി, ഈ ഡ്രസ് ഇടാ അല്ലേ? നിന്റെ ഇഷ്ടം മോളെ. ഇന്നിവക്ക് എന്തു പറ്റി? അല്ലെങ്കിൽ ബാംഗ്ലൂർക്ക് പോണ കാര്യം പറയുമ്പോ എന്നെ കെട്ടിപ്പിടിച്ച് കരയുന്ന പെണ്ണാ. ഈ എക്സാം കൂടി കഴിഞ്ഞാ പിന്നെ അങ്ങോട്ട് പോകണ്ടല്ലോ എന്ന് കരുതിയിട്ടായിരിക്കും. ഏയ്, കല്യാണം ഉറപ്പിച്ചതിന്റെ സന്തോഷമായിരിക്കും. അവൾക്ക് കല്യാണക്കാര്യത്തിന് താല്പര്യമില്ലായിരുന്നു, നിർബന്ധിച്ച് സമ്മതിപ്പിച്ചു. നോക്കിട്ട് വരാം. എന്നെ മനസ്സിലായോ? ഇല്ല. ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ? ഇല്ല, നല്ല ഓർമ്മ കിട്ടുന്നില്ല. എങ്കിൽ ഇനി കൂടുതൽ ആലോചിക്കണ്ട. നമ്മൾ തമ്മിൽ ആദ്യമായിട്ടാ കാണണേ. ആരാന്ന് പറഞ്ഞില്ല. ഞാൻ ഇവിടുത്തെ പത്മജയുടെ ഫ്രണ്ടാ. നാട്ടിൽ വന്നപ്പോ ഒന്ന് കാണണോന്ന് കരുതി. വിളിക്കാം, വരൂ. മോളെ പത്മജേ. പിന്നെ ഒരു കാര്യം, കല്യാണ സാരി ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് എടുത്തോളാം. അതെന്റെ പ്രസന്റ് ആയിക്കോട്ടെ. ആക്സിഡന്റ് ആന്റി. സംസാരിച്ച് നിന്നാലേ സമയം പോണെന്നറിയില്ല.
ഞാനത് വണ്ടി എടുത്തോ വിട്ടടാ